പെട്ടെന്ന് നിങ്ങൾക്ക് വെള്ളം അധികമായി പോയിനോന്നോ അങ്ങനെയൊന്നും ഒരു ഭയക്കാട് നെയ്ച്ചോറ് വെക്കാനാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും കിസ്സ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ അസ്സലാമു അലൈക്കും. ആദ്യം ഗ്യാസ് ഓണാക്കുക, പാത്രം വെക്കുക. പാത്രം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തത്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. അതായത് നമ്മളെ 1/4 കപ്പ് വെളിച്ചെണ്ണ വേണ്ട, അതിൽ കുറച്ച് താഴെ വെളിച്ചെണ്ണ വേണം. അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നമ്മളെ പശു നെയ്യാണേ ഒഴിക്കുന്നത്. 2 ടീസ്പൂണ് പശു നെയ്യ് ഒഴിക്കുക. എനിക്ക് പിന്നെ കൈ കണക്കായതുകൊണ്ട് സുമാർ എല്ലാം അങ്ങനെ ഒഴിക്കലാണ്. 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലോണം ഒഴിക്കുക. നമ്മൾ നെയ്ച്ചോറ്റിലും ഇതിലെല്ലാം പിന്നെ പശു നെയ്യാണ് നല്ലത്. കാരണം വെളിച്ചെണ്ണയും പശു നെയ്യും, ചില ആൾ ഓയിലും പശു നെയ്യും എടുക്കും. അപ്പം നമ്മൾ നല്ലോണമായിട്ട് വയ്ക്കുക. ഇനി ഈ എണ്ണ ചൂടായിട്ടാകുമ്പം ഒരു കഷ്ണം കറുപ്പ, 2 കറാമ്പ്, ഏലക്കായി ഇടണം. കാരണം ഏലക്കായി നമുക്കിവിടെ ആർക്കും ഇഷ്ടമല്ല, സ്മെല്ല് നെയ്ച്ചോറ്റിലിടും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല. അതിടാൻ. അത് മൂത്തതിന് ശേഷം ഉള്ളി ഇടാൻ. അതിൽ കറാമ്പ് ഏലക്കായി ഇടുക. അത് പൊട്ടിയതിന് ശേഷം ഉള്ളി, ഈ മുറിച്ചിട്ട് ഉള്ളി അധികം വേണ്ടാക്ക അധികം ഇടാം. പക്ഷെ ഞാൻ കുറച്ചേ ഇടലില്ലും. തീ കുറക്കണം. പിന്നെ അല്ലാണ്ട് അത് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ ചോറിൻ്റെ കളറ് കാപ്പി കളറായി പോകും. ഇനി വേഗം കഴുകി ആറ്റി വെച്ച അരിയുണ്ട്. 2 കപ്പ് അരിയാണ്. കഴുകിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ 2 കപ്പ് അരിയാണിത്. ഈ 2 കപ്പ് അരി അതിലിടുക. രണ്ട് കപ്പ് അരി അതിലിടുക. തീ കുറക്കണേ, ഭയങ്കര തീയിലാക്കല്ലേ. അരി കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം വറുക്കുക. നല്ലോണം ഇളക്കി വറുക്കുക. വറുക്കലെന്ന് പറഞ്ഞാൽ, കാരണം ഇത് നമ്മളെ വായിലിടുമ്പം, ഈ അരി വായിലിടുമ്പം തിക്കുന്നൊരു പൊട്ടലില്ലേ, പൊട്ടണം. ഇപ്പം വെള്ളത്തിലിട്ട അരി നമ്മൾ ഇപ്പം വായിലിടുമ്പം ഒരു പൊതിർന്ന ഇതാണ് ഉണ്ടാവില്ല. ആ പൊതിർന്നതല്ലാണ്ട് നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ ടിക്കുന്ന, നമ്മളെ മിക്സറെല്ലാം പൊട്ടിക്കും പോലെ നമ്മൾ ടിക്ക് പൊട്ടണം. എന്നാൽ വറുക്കൽ നിർത്തുക. നല്ലോണം വറുക്കുക. തീ കുറച്ച് കൂട്ടി വെക്കുക. വറുക്കുന്നത് നമ്മളെ വായിലിട്ട് കഴിഞ്ഞാൽ പൊട്ടുന്നത് വരെ വറുക്കുക. ആ സമയത്ത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് തിളപ്പിച്ച് വെക്കുക. 1.25 ഗ്ലാസ് ആയാലും പ്രശ്നമില്ല. ചില അരിക്ക് നല്ലോണം വെള്ളം വേണ്ടി വരും. അപ്പോൾ 1.25 ഗ്ലാസ് ആയാലും പ്രശ്നമില്ല. നിങ്ങൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തന്നെ പതിപ്പിച്ച് വെക്കുക. നല്ല തിളപ്പിച്ച് വെക്കണം. തിള വേണം. നല്ല ചൂടോടെ ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഇതിൽ ഒഴിക്കാൻ പാടില്ല. ഇപ്പം നല്ലോണം വറുത്ത് വെച്ചില്ല അരി, വറുത്ത് നല്ല പൊട്ടുന്ന പോലെ ആയി. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കാൻ പോവുകയാണേ. ഞാൻ ഇതിൽ അങ്ങനെ തന്നെ വെള്ളം ഒഴിക്കുന്നത്. ഞാൻ 1 ഗ്ലാസ് അരിക്ക് ഇപ്പം 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിന്. ഒരു പേടിയും പേടിക്കണ്ട. സാധാരണ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമല്ല വെക്കൽ. ഇപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് ഇനി ഉപ്പിടണം. ഞാനിപ്പം വെള്ളം ഒഴിച്ച് ഇളക്കുകയാണേ. ഇളക്കുമ്പില്ലേ, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കട്ടകൾ ചിലപ്പോൾ ഉണ്ടാവും. ആ കട്ടകൾ നല്ലോണം ഉടച്ചിട്ടാക്കണം. പിന്നെ വെള്ളം നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഈ നമ്മളെ വിരലില്ലേ, ഈ വിരലിൻ്റെ ഈ ആദ്യത്തെ വര ഉണ്ട്, ആ വര വരെ അരിയുടെ മുകളിൽ നിന്ന് വെള്ളം വേണം. ഇതാ ഈ ആദ്യത്തെ വര അങ്ങനെ കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഒന്നും ആയിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവിടെ ചട്ടുവം ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ അതിൻ്റെ മേലെ അരിയുടെ മേലെ വെള്ളത്തിൻ്റെ അളവ് വേണ്ട. അത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ആ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ഏകദേശം ഇത്ര പോലെയല്ലേ ഉണ്ടാവുള്ളൂ. ഇത്ര പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊള്ളിയൊക്കെ അല്ലേ എൻ്റെ കൈ ഇപ്പോൾ പൊള്ളി. ഇങ്ങനെ ഉപ്പിടുകയെന്ന് കഴിയുന്നതും നിങ്ങൾ പൊടി ഉപ്പിടാൻ നോക്കുക. പൊടി ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഇങ്ങനെ വായിൽ വെച്ച് നോക്കുമ്പോൾ കട്ടി ഉപ്പ് വേണം. ഒന്ന് ഇളക്കിയിട്ട് വായിൽ വെച്ച് നോക്കിയാൽ വെള്ളത്തിന് കട്ടി ഉപ്പ് വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീ കുറച്ച് കൂട്ടി വെക്കണം. കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമല്ല, ഹൈ ഫ്ലെയിമിൽ കുറച്ച് താഴെയില്ല ഫ്ലെയിം കൂട്ടി വെക്കണം. എന്നിട്ട് കൂട്ടി വെച്ചിട്ട് ഇത് പൊത്തി വെക്കണം.
പൊത്തി അതിലെ വെള്ളം വറ്റുന്നില്ല തോന്നുമ്പം നിങ്ങൾ കുറച്ച് തീ ലോ ഫ്ലെയിമിലാക്കാൻ, എന്നിട്ട് ഒന്ന് മറിച്ചിടാൻ, രണ്ടാമതും മറിച്ചിടുമ്പോഴേക്ക് ചോറ് റെഡിയാവും. ഒരു പേടിയും പേടിക്കണ്ട. ഇതിൽ കുറച്ച് നിങ്ങൾ വെള്ളം വെച്ചിട്ട് അധികമായി പോയി എന്നാലും നിങ്ങൾ പേടിക്കണ്ട, ഒന്നും ചോറായി പോവില്ല. പിന്നെ വറക്കുമ്പം ഭയങ്കരമായിട്ട് അങ്ങ് മൂത്ത് പപ്പടം പൊരിയും പോലെ വറുത്തക്കല്ലേ. ആ ഒരു 5-8 മിനിറ്റ്, മാക്സിമം ഒരു 8 മിനിറ്റ്, അതിൻ്റെ അപ്പുറം പോകണ്ട വറക്കൽ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അത്ര മതി. ഞാനിപ്പം പിന്നെ കുറേ നാളായി ഞാൻ വീഡിയോ ഇടാത്തത്. എൻ്റെ അടുക്കളയെല്ലാം പൊളിച്ച് കിടക്കിയെന്ന്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിനി. ഇനി ഏതായാലും അടുക്കളയെല്ലാം വൃത്തിയാക്കി നിങ്ങൾക്ക് അടുക്കളയിലൊന്നും കാണിച്ചു തരികയും ചെയ്യാം, പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങുകയും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതാ വേണ്ടതിലേക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻ്റ് ഇടണം. ഇപ്പോൾ നല്ലോണം തിളക്കാൻ തുടങ്ങി. അതടക്ക് വന്നിട്ട് എൻ്റെ മോള് കുറച്ച് മുകളിലോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു, ചെറിയ ആള്. അപ്പം നെയ്ച്ചോറ് ഇതാ അതിൻ്റെ ഇടക്കൊന്ന് ഇളക്കീനി. അത് നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറായിട്ടുണ്ടാ. ഒരു വെള്ളത്തിനെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. പിന്നെ ഒരു ഗ്ലാസ് ആയിരിക്കും 3 ഗ്ലാസ് വെള്ളമൊന്നും ഇങ്ങനെ എടുത്തക്കല്ലേ, മാക്സിമം 2.5 ഗ്ലാസ് കേട്ടാ. അല്ലെങ്കിൽ 2, അത് ഒന്നും ആയിപ്പോവില്ല. ഈ വെള്ളം എത്ര നമ്മളിൽ അത് ആ അരി കുടിച്ചോളും. ഇതാണ് നമ്മളെ നെയ്ച്ചോറ്. അപ്പോൾ നമ്മളെ പെർഫെക്റ്റായ പിന്നെ നെയ്ച്ചോറുണ്ട്. നല്ല മുളകിട്ട് ചിക്കൻ കറിയുണ്ട്. എളുപ്പം 10 മിനിറ്റ് കൊണ്ട് ഞാൻ കുക്കറിൽ വെച്ച് ചിക്കൻ കറിയാണിത്. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇട്ടുതരാം. അപ്പം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.